ആഫ്രിക്കയിൽ ഗോൾഡ് ബിസിനസ് ചെയ്താൽ കോടികൾ വാരാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പല കൺസൾട്ടേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അയച്ചു തന്നിട്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചു. അപ്പം നമ്മൾ ഇവിടെ വന്ന് നിന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഏത് ബിസിനസ് ആണെങ്കിലും സക്സസ് ആവുള്ളൂ. ആദ്യത്തെ പോയിന്റ് അതാണ്. പിന്നെ ഗോൾഡ് മൈനിങ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്, ഗോൾഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത് വേറൊരു ആക്ടിവിറ്റിയാണ്. ഞാൻ ഇന്ന് ആഫ്രിക്കയിലുള്ള ഗോൾഡ് മൈനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, എസ്പെഷ്യലി ഇൻ ടാൻസാനിയ. ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്ത് ഗോൾഡ് മൈനിങ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അതിന് സ്കോപ്പ് ഉണ്ടോ? ഒരു കോമ്പറ്റീഷനും ഇല്ലാത്തൊരു ഫീൽഡാണ് ഗോൾഡ് മൈനിങ്. കാരണം അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗോൾഡ് നിങ്ങൾ 1 ഗ്രാം ആണെങ്കിലും 1000 കിലോ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വിറ്റ് പൈസയാക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന പോലെ അപ്പുറത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങി ഇപ്പം കച്ചവടം കുറയും, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഈ ഫീൽഡിലില്ല. പക്ഷേ ഇവിടെ ഗോൾഡ് മൈനിങ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ബേസിക് ആയിട്ട് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, മൈനിങ് നടത്താനുള്ള ലാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത്തത്, മൈനിങ് നടത്തി കിട്ടുന്ന റോ ആയിട്ടുള്ള സംഭവം നമുക്ക് പ്രോസസ് ചെയ്യാനുള്ള യൂണിറ്റ്. ഇതാണ് ഒരു പാർട്ട്. രണ്ടാമത്തതാണ് ട്രേഡിങ്. ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഇവിടെ വന്നിട്ട് മൈനിങ് നടത്താൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും നേരിട്ട് വന്ന് നടത്താൻ പറ്റില്ല. അതിന് നമ്മളിവിടെ ഒരു കമ്പനി ഫോം ചെയ്യണം. ആ കമ്പനിയിൽ 25% ഷെയർ ഹോൾഡർ ഇവിടുത്തെ ലോക്കൽ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, മൈനിങ്ങിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലൈസൻസ് പ്രൈമറി ലൈസൻസ് ആണ്. ആ ലൈസൻസ് ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരാളുടെ പേരിൽ മാത്രമേ കിട്ടൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു മൈനിങ് ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ 2 കാര്യങ്ങൾ അഷ്വർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരാളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് നല്ല ടാസ്ക്കാണ്. നിങ്ങൾ വിചാരിച്ച പോലെ വന്നിട്ട് ഏതെങ്കിലും ഒരാളെ പിടിച്ചൊന്നും ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അങ്ങനെ നമുക്ക് ട്രസ്റ്റ് വർത്തി അല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എന്ത് ചെയ്യും, നഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് മെനക്കെടുവൊക്കെ വേണം. അത് അതിൻ്റെ ഭാഗം, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പിന്നെ പറയാം. രണ്ടാമത്തെ, ഇനി മൈനിങ് ബിസിനസ് ചെയ്യാൻ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം? വെറുതെ ഒരു 1 കോടി 2 കോടിയൊക്കെ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കുറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളമുള്ള കാര്യം വെച്ച് നമുക്ക് മൈനിങ് തുടങ്ങിയാൽ മിനിമം ഒരു 6 മാസം 9 മാസം പീരീഡൊക്കെ എടുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടി തുടങ്ങാൻ. അപ്പോൾ ഈ ഒരു 1 ഇയറിലേക്കുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റലൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം മൈനിങ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. ഇപ്പോൾ നിങ്ങളൊരു 3 കോടി കൊണ്ടാണ് മൈനിങ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, മിനിമം ഒരു 7 കോടിയെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ മൈനിങ് ആക്ടിവിറ്റിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പകുതിക്ക് വെച്ച് പണി നിർത്തേണ്ടി വരും. പണി നിർത്തിയാൽ ഇട്ട പൈസ എന്ത് ചെയ്യും, പോവും.